നിങ്ങളുടെ പ്രകൃതി അറിയുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളെ മനസ്സിലാക്കുന്നതിൽ മനുഷ്യർ പരാജയപ്പെട്ടേക്കാം. ഇന്ന് നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നവർ തന്നെ നാളെ നിങ്ങളെ ഒറ്റപ്പെടുത്തിയേക്കാം, നിങ്ങളെ മാറ്റി നിർത്തിയേക്കാം, നിങ്ങളെ കുറ്റപ്പെടുത്തിയേക്കാം. എന്നാൽ ആരൊക്കെ നിങ്ങളെ മാറ്റി നിർത്തിയാലും നിങ്ങളുടെ പ്രകൃതി അറിയുന്ന ഒരാൾക്ക്, നിങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ഒരാൾക്ക് നിങ്ങളെ മാറ്റി നിർത്താൻ കഴിയുമോ? ആരാണ് നിങ്ങളെ മനസ്സിലാക്കുന്നത്? നമുക്കറിയാം, നമ്മെ ഏറ്റവും അടുത്തറിയുന്നത് നമ്മുടെ കുടുംബമാണ്. നിങ്ങളെ അറിയുന്ന ഒരു പിതാവ് ഈ ഭൂമിയിൽ നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്കൊരു മാതാവുണ്ട്. നിങ്ങളെ മനസ്സിലാക്കുന്ന ചില സഹോദരങ്ങളുണ്ട്. അവരൊക്കെ ഒരു പരിധിവരെ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട്. മനുഷ്യനെപ്പോഴും പുറമെയുള്ളത് നോക്കുകയാണ്. പുറമെയുള്ളത് കണ്ടാണ് മനുഷ്യൻ കാര്യങ്ങളെ വിലയിരുത്തുന്നത്. ഇന്ന് പകൽ നിങ്ങളുടെ മുഖം വാടിയിരിക്കുന്നത് കാണുമ്പോൾ മനുഷ്യൻ ഒരു പേപ്പറിൽ ഒരു പേനയെടുത്ത് എഴുതി തുടങ്ങും. അവൻ എഴുതുന്നത് മുഴുവനും തെറ്റാണ്. ഹന്ന ദേവാലയത്തിൽ വന്ന് കരയുമ്പോൾ, അവളുടെ മുഖം വാടിയിരിക്കുമ്പോൾ, അവളുടെ വാക്കുകൾ ഇടറുമ്പോൾ അവൾ വീഞ്ഞു കുടിച്ചിരിക്കുന്നു എന്നാണ് മനുഷ്യന് തോന്നിയത്. നിങ്ങളുടെ ഹൃദയം തകർന്നിരിക്കുന്നത് മനുഷ്യർക്ക് കാണാൻ കഴിയാതിരിക്കുമ്പോഴും, അവർ പുറമെയുള്ളത് കണ്ട് നിങ്ങളെ വിലയിരുത്തുമ്പോഴും നിന്റെ ഹൃദയത്തെ കാണുന്ന ദൈവം പറയുന്നു, ഞാൻ നിന്നെ സഹായിക്കും. പ്രകൃതി അറിയുന്ന ദൈവത്തിൻ്റെ സ്നേഹമെന്താണ്? തിരുവെടുത്ത് പറയുന്നു, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ ദൈവത്തിന് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രകൃതി അറിയുന്ന ദൈവം പറയുന്നു, ഒരപ്പന് തൻ്റെ മകനോട് തോന്നുന്ന സ്നേഹം പോലെ ഇന്ന് പകലും എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്. ഇന്ന് നിന്നെ എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നിന്നെ ഇന്ന് പകൽ എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ്. നിന്നെ എല്ലാവരും മാറ്റി നിർത്തിയിരിക്കുകയാണ്. എന്നാൽ പ്രകൃതി അറിയുന്നവൻ പറയുന്നു, ഒരപ്പന് തൻ്റെ മകനോട് തോന്നുന്ന ഒരു വാത്സല്യം പോലെ എനിക്ക് നിന്നോട് ഇന്ന് പകൽ സ്നേഹമുണ്ട്, എനിക്ക് നിന്നോട് കരുണയുണ്ട്. കാരണം ഞാൻ നിൻ്റെ പ്രകൃതി അറിയുന്ന ദൈവമാണ്. നിൻ്റെ മുഖത്തെ പുഞ്ചിരി മായുകയില്ല. അല്പനേരത്തേക്ക് നിൻ്റെ മുഖം വാടിയിട്ടുണ്ട്. എന്നാൽ വീണ്ടും ആ മുഖത്ത് ദൈവം പുഞ്ചിരി നൽകാൻ പോവുകയാണ്. നീ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. നിന്നെ അറിയുന്ന ദൈവത്തെ, നിന്റെ പ്രകൃതി അറിയുന്ന ദൈവത്തെ നീ ശ്രദ്ധിച്ചു നോക്കണം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. നിന്റെ തലകുനിയുകയില്ല. നീ ലജ്ജിച്ചു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. ആരൊക്കെ നിന്നെ മനസ്സിലാക്കിയില്ലേലും നിന്നെ മനസ്സിലാക്കുന്നവൻ പറയുന്നു, നിന്റെ മുഖത്തെ വാട്ടം ഞാൻ മാറ്റും. ഞാൻ നിന്റെ മുഖത്തെ പുഞ്ചിരി നൽകും. നീ ലജ്ജിച്ചു പോകുവാൻ ഞാൻ ഒരു നാളും സമ്മതിക്കുകയില്ല. വചനത്തെ വിശ്വസിക്കുക, ദൈവത്തോട് പ്രതികരിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.